ഓഗസ്റ്റ് 3-ാം തീയതി നടക്കാൻ പോകുന്ന സമ്മർ സ്ലാമിൽ റോമൻ റെയിൻസിന്റെ റിട്ടേൺ ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടാണ് ഇത്രയും നാൾ ന്യൂസ് എല്ലാം വന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യാൻ സാധ്യതയില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? റോമൻ റെയിൻസിനെ സമ്മർ സ്ലാമിൽ കൊണ്ടുവരാതെ മറ്റേതെങ്കിലും സ്പെഷ്യൽസിൽ കൊണ്ടുവരുമോ എന്നുള്ളത് ഈ വീഡിയോയിൽ പറയാം. അതിനോടൊപ്പം ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ഡാമിയൻ പ്രീസ്റ്റ് ഇപ്പോൾ ഒരു ബേബി ഫേസ് റെസ്ലറായി മാറിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ ചില കാരണങ്ങളും, അതുകൂടാതെ കെവിൻ ഓവൻസിന് സിംഗിൾസ് മാച്ച് സമ്മർ സ്ലാമിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ മാച്ച് എന്താണെന്നും പിന്നെ ഇപ്പോഴത്തെ ന്യൂ ബ്ലഡ് ലൈൻ ടീം ആദ്യമായി വിൻ ചെയ്യാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് ഏതാണെന്നും ഈ വീഡിയോയിൽ പറയാം. ഈ ന്യൂസ് എല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതുകൊണ്ട് ചില ന്യൂസ് എല്ലാം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു പോകാം. അതിനുശേഷം ഈ മെയിൻ ന്യൂസിലേക്ക് വരാം. ഇതിൽ ഫസ്റ്റ് WWE അവരുടെ ഒരു വലിയ റൂൾസ് ഇപ്പോൾ എടുത്തു മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റും എന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ റൂൾസ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ WWE ഒരു റെസ്ലറെ റിലീസ് ചെയ്താൽ ആ റെസ്ലർ മറ്റു കമ്പനിയിൽ പോകുമ്പോൾ WWE യൂസ് ചെയ്ത റിംഗ് നെയിം യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണം, റേറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ AEW പോയപ്പോൾ ഒറിജിനൽ പേരിൽ ആഡം കോപ്ലാൻഡ് ആയിട്ടാണ് വന്നത്. അതുപോലെ ഡോക് സിഗ്ലർ TNA പോയപ്പോൾ നിക് നിമിത്ത് എന്ന പേരിലാണ് വന്നത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. ഡ്രൂ മാക്കൻടയർ ഡ്രൂ ഗാലവേഴ്സ് ആയിട്ട് TNA പോയി. ഇതുപോലെ നിറയെ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു റൂൾസ് ആണ് WWE എടുത്തു മാറ്റാൻ പോകുന്നത്. ആ റൂൾസ് മറ്റൊന്നുമല്ല, WWE വിട്ടു പോകുന്ന റെസ്ലേഴ്സ് അല്ലെങ്കിൽ ഇവർ റിലീസ് ചെയ്യുന്ന റെസ്ലേഴ്സിന് WWE യൂസ് ചെയ്ത റിംഗ് നെയിം തന്നെ കൊടുക്കാനാണ് പോകുന്നത്. അതായത് WWE ഇനി അവരുടെ പേരിന് കോപ്പിറൈറ്റ് വെക്കില്ല എന്നും, റെസ്ലേഴ്സ് WWE വിട്ടു പോകുമ്പോൾ മറ്റ് കമ്പനികളിൽ അവർക്ക് WWE യൂസ് ചെയ്ത അതേ പേരിൽ അല്ലെങ്കിൽ അതേ റിംഗ് നെയിമിൽ വരാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് റെസ്ലേഴ്സിന് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണ്. കാരണം ഇവിടെ പറ്റാതെയായി പോകുന്ന റെസ്ലേഴ്സ് പേര് മാറ്റുന്നത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വരാറുണ്ട്. എന്നാൽ ഇനി മുതൽ അങ്ങനെ വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ റൂൾസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തത്, ഈ ആഴ്ച നടന്ന റോ എപ്പിസോഡിൽ ഡ്രൂ മാക്കൻടയർ റെഫറിമാരോട് സോറി പറയാത്തത് കൊണ്ട് മാക്കൻടയറിന്റെ സസ്പെൻഷൻ വീണ്ടും കൂട്ടിയിട്ടുണ്ടായിരുന്നു ആഡം പിയേഴ്സ്. അതുപോലെ നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ CM പങ്ക് വരുന്നത് കൺഫേമും ചെയ്തിട്ടുണ്ട്. അതും ഡ്രൂ മാക്കൻടയറെ അറ്റാക്ക് ചെയ്യുന്ന ഫോട്ടോ വെച്ചുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അടുത്ത റോ എപ്പിസോഡിൽ CM പങ്കിനെ മാക്കൻടയർ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന്. പിന്നെ ഇതേ സെഗ്മെന്റിൽ തന്നെ സെത്ത് റോളൻസ് വന്ന് ആഡം പിയേഴ്സ് ആൻഡ് റെഫറീസ് ഇവരെ സേവ് ചെയ്യുന്നത് പോലെയും കാണിച്ചിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ട്രിപ്പിൾ ത്രെഡ് മാച്ച് സമ്മർ സ്ലാമിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന്. അതല്ലാതെ സെത്ത് റോളൻസിന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇപ്പോൾ സമ്മർ സ്ലാമിൽ ഇല്ല. പിന്നെ ഒരു റൂമർ വന്നിട്ടുള്ളത്, അഥവാ CM പങ്ക് മെഡിക്കലി ക്ലിയർ ആയിട്ടില്ല എങ്കിൽ സെത്ത് റോളൻസ് വേഴ്സസ് ഡ്രൂ മാക്കൻടയർ ഇവർക്കാണ് സമ്മർ സ്ലാമിൽ മാച്ച് നടക്കുക എന്നാണ്. എന്തായാലും നോക്കാം. അപ്പോൾ ഇങ്ങനെ മാച്ച് നടന്നാലും ആ മാച്ചിന്റെ അവസാനത്തിൽ CM പങ്ക് വന്നുകൊണ്ട് ഇവരുടെ സ്റ്റോറി തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ട്രിപ്പിൾ ത്രെഡ് മാച്ച് അല്ലെങ്കിൽ മാക്കൻടയർ വേഴ്സസ് CM പങ്ക് ഇത് തന്നെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ വന്നിട്ടുള്ള റൂമറാണ് ഞാൻ മുൻപ് പറഞ്ഞത്. അതുപോലെ അന്ന് നടന്ന റോ എപ്പിസോഡിൽ ഷെയ്മസിനെ പീറ്റർ വന്ന് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ബ്രോൺ ബ്രേക്കറുമായി നടന്ന മാച്ചിന്റെ അവസാനത്തിൽ പീറ്റർ വന്നുകൊണ്ട് ഷെയ്മസിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊരു മാച്ച് സമ്മർ സ്ലാമിൽ സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ്. പക്ഷെ ഇപ്പോൾ തന്നെ സമ്മർ സ്ലാമിന്റെ മാച്ച് കാർഡ് അല്പം ലെങ്ത് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നോക്കാം ഇത് റോ എപ്പിസോഡിൽ അവസാനിക്കുമോ അതോ സമ്മർ സ്ലാമിലേക്ക് പോകുമോ എന്ന്. പിന്നെ ഷെയ്മസിന്റെ പ്ലാൻ ആയിട്ട് വന്ന ട്രിപ്പിൾ ത്രെഡ് മാച്ച് ഇപ്പോൾ IC ചാമ്പ്യൻഷിപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇല്ലിയ ഡ്രാഗനോ, ബ്രോൺ ബ്രേക്കർ, IC ചാമ്പ്യൻ സാമി സെയിൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യവും ആ റോ എപ്പിസോഡിൽ സംഭവിച്ചിരുന്നു. അതായത് ചാറ്റ് കേബിൾ ബോർഡലസുമായി സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിംഗിലേക്ക് വിളിച്ചു വരുത്തി എൻട്രൻസിന്റെ അവിടെ വെച്ച് തന്നെ ചാറ്റ് കേബിളിനെ ക്രീഡ് ബ്രദേഴ്സ് ടീമിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിച്ച് ക്രീഡ് ബ്രദേഴ്സും ചാറ്റ് കേബിളും പുതിയ ടീമാകുന്നതായിട്ട് ഒരു സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ ആ സെഗ്മെന്റ് ഒക്കെ വേറെ ലെവലായിരുന്നു റോ കണ്ടപ്പോൾ. പ്രത്യേകിച്ച് ബോർഡലസിനെ വൈറ്റ് 6 ടീം വന്ന് സേവ് ചെയ്തതും അവരുടെ വരവെല്ലാം നന്നായിട്ടാണ് തോന്നിയത്. അപ്പോൾ സമ്മർ സ്ലാമിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോറിയും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചാറ്റ് കേബിളിനും പുതിയ ടീം കിട്ടിയതുകൊണ്ട് വേറെ ലെവലായിട്ട് പോകും ഇവരുടെ സ്റ്റോറി ലൈൻ. അപ്പോൾ ചാറ്റ് കേബിളിന്റെ കൂടെ ഇവർ ടീമാകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ കുറെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫസ്റ്റ് പറഞ്ഞ ന്യൂസിലേക്ക് വരാം. കെവിൻ ഓവൻസിന് സമ്മർ സ്ലാമിൽ സിംഗിൾസ് മാച്ച് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാച്ച് ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ
ബ്ലഡ് ലൈൻ ടീമിലെ പുതിയ മെമ്പറായ ജേക്കബ് ഫർട്ടുവിൻ്റെ കൂടെയാണ് ഈ ഒരു മാച്ച് നടക്കാൻ സാധ്യതയുള്ളത്. കാരണം ജേക്കബ് ഫർട്ടു WWE വന്ന സമയത്ത് കെവിൻ ഓവൻസുമായിട്ടാണ് ഫേസ് ടു ഫേസ് നിൽക്കുന്നത് പോലെ, അല്ലെങ്കിൽ കെവിൻ ഓവൻസുമായിട്ടാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവർക്കൊരു സിംഗിൾസ് മാച്ച് സമ്മർ സ്ലാമിൽ സെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ മാച്ചിൻ്റെ അവസാനത്തിൽ ചിലപ്പോൾ റാൻഡി ഓർട്ടൺ റിട്ടേൺ ചെയ്യുന്നത് പോലെയോ കാണിച്ചേക്കാം. കാരണം റാൻഡി ഓർട്ടന് പ്രത്യേകിച്ച് പ്ലാൻ ഈ സമ്മർ സ്ലാമിൽ ഇതുവരേക്കും പ്ലാൻ ചെയ്തിട്ടില്ല. അത് കൂടാതെ കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ റാൻഡി ഓർട്ടനെ ഇവർ അറ്റാക്ക് ചെയ്തതുകൊണ്ട്, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സമ്മർ സ്ലാമിൽ ഈ മാച്ച് നടക്കുമ്പോൾ റാൻഡി വരാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും നോക്കാം. അപ്പോൾ ഇവർക്കൊരു മാച്ച് നടന്നേക്കാം എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ സമ്മർ സ്ലാമിൻ്റെ മാച്ച് കാർഡ് വളരെയധികം ലെങ്ത് ആയിട്ടുണ്ട്. അടുത്തത് ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ്റ്റ് ഇപ്പോൾ ബേബി ഫേസ് ആയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ റോ എപ്പിസോഡിലാണ് ഡാമിൻ പ്രീസ്റ്റ് ബേബി ഫേസ് റെസ്ലറായി മാറിയിട്ടുള്ളത്. ഗന്ധറുമായി നടന്ന സെഗ്മെന്റിലും അതുപോലെ തന്നെ ജെയ്യൂസോടെ കൂടെയെല്ലാം ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെല്ലാം ഒരു ബേബി ഫേസ് റെസ്ലറായിട്ടാണ് ഡാമിൻ പ്രീസ്റ്റ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിൻ്റെ കാരണം സമ്മർ സ്ലാമിൽ രണ്ട് റെസ്ലേഴ്സും ഹീലായിട്ട് മാച്ച് വെച്ചാൽ സെറ്റാവില്ല. അതുകൊണ്ട് ഗന്ധറിനെ ഹീലായിട്ടും ഡാമിൻ പ്രീസ്റ്റിനെ ഫേസ് ആയിട്ടുമാണ് നിർത്താൻ പോകുന്നത്. അതുകൊണ്ടാണ് ഡാമിൻ പ്രീസ്റ്റ് ഇപ്പോൾ ഫേസ് ടൈം ചെയ്തിട്ടുള്ളത്. മെയിനായിട്ടുള്ള ടെക്നിക്ക് ഈ മാച്ച് കാണുന്ന സമയത്ത് ഗന്ധർ ജയിക്കാൻ പാടില്ല എന്നുള്ള ചിന്ത നമ്മളിൽ എല്ലാവർക്കും വരും. അങ്ങനെ വരുമോ എന്ന് സമ്മർ സ്ലാമിൽ നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ചില കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഫേസ് ആയിട്ടുള്ളത് ഡാമിൻ പ്രീസ്റ്റ്. ഇനി അടുത്തത് സോളോ സിക്കാവയുടെ പുതിയ ബ്ലഡ് ലൈൻ ആദ്യമായിട്ട് വിൻ ചെയ്യാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പിനെ പറ്റി പറയാം. അപ്പോൾ ആ ചാമ്പ്യൻഷിപ്പ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ DIY ടീം സ്മാക്ക് ഡൗണിൽ വിൻ ചെയ്ത ടാഗ് ടീം ചാമ്പ്യൻഷിപ്പാണ് പുതിയ ബ്ലഡ് ലൈൻ ആദ്യമായിട്ട് വിൻ ചെയ്യാൻ പോകുന്നത്. അതിന്റെ സ്റ്റോറി എല്ലാം സ്മാക്ക് ഡൗണിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. DIY ടീമിനെ ജേക്കബ് ഫർട്ടു അറ്റാക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വെച്ച് DIY ടീമിന്റെ കയ്യിൽ നിന്നും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് എടുക്കാനാണ് ചാൻസ് കൂടുതൽ ബ്ലഡ് ലൈൻ ടീം. അപ്പോൾ ഈ മാച്ച് സമ്മർ സ്ലാമിൽ വരും എന്ന് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ മുൻപുള്ള സ്മാക്ക് ഡൗണിലൊക്കെ വെച്ചേക്കാം. സമ്മർ സ്ലാമിൽ കിക്ക് ഓഫ് ആയിട്ട് വെച്ചാലും ഈ മാച്ച് വേറെ ലെവലായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇനി റോമൻ റെയിൻസ് സമ്മർ സ്ലാമിൽ വരുമെന്ന് നമ്മൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാൽ ചില ന്യൂസിലെല്ലാം റോമൻ റെയിൻസ് വരില്ല, അതിന് പകരം ജിന്യൂസോയാണ് സമ്മർ സ്ലാമിൽ ആദ്യം വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പിന്നീട് നടക്കുന്ന സ്പെഷ്യൽസിൽ റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്യുമെന്നും. അപ്പോൾ ഇങ്ങനെയാണോ WWE ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചെയ്യാനായിട്ട് യാതൊരു ചാൻസും കാണുന്നില്ല. റോമൻ റെയിൻസ് തന്നെയായിരിക്കും സമ്മർ സ്ലാമിൽ വരിക. അതും കോഡി റോഡ്സ് സോളോ സിക്കാവ ഇവരുടെ മാച്ചിന്റെ അവസാനത്തിൽ റോമൻ റെയിൻസ് കാരണമായിരിക്കും സോളോ സിക്കാവ തോൽക്കുക. ഇങ്ങനെയാണ് WWE പ്ലാൻ ചെയ്യാൻ സാധ്യതയുള്ളത്. ഇതിന് മെയിനായിട്ടുള്ള കാരണം WWE റോ എപ്പിസോഡിലും അതുപോലെ തന്നെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലും നടത്തിയിട്ടുള്ള മാച്ചാണ് സമ്മർ സ്ലാമിൻ്റെ മെയിൻ ഇവൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോളോ സിക്കാവ വേഴ്സസ് കോഡി റോഡ്സ്. അപ്പോൾ ഈ മാച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ ഇല്ലാതെ ഈ മാച്ച് ഒന്നും പ്ലാൻ ചെയ്യില്ല. അപ്പോൾ റോമൻ റെയിൻസ് വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ന്യൂസുകളും മുൻപ് വന്നിട്ടുള്ള പ്ലാനും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ റോമൻ റെയിൻസിനെ നമുക്ക് സമ്മർ സ്ലാമിൽ പ്രതീക്ഷിക്കാം.